എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ. അതുകൊണ്ട് അവൻ വിളിച്ചത് അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ഒക്കെ ചേർത്ത് നിർത്തിയ ദൈവസ്നേഹമാണ്. ഒരു അതിർവരമ്പുകളുമില്ലാത്ത, സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളില്ലാത്ത, ധനാഢ്യരെന്നോ സാധുക്കളെന്നോ. ക്രിസ്തു ധനാഢ്യരുമായി നല്ല ബന്ധമായിരുന്നു. അവരെ ദാനശീലരാക്കുവാൻ ക്രിസ്തു ഇടപെട്ടിട്ടുണ്ട്. എത്ര നല്ല ബന്ധമുണ്ടായിരുന്നു എന്ന് തിരുവനന്തപുരത്ത് പഠിച്ചാൽ നമുക്കറിയാം. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, തൻ്റെ ശിഷ്യന്മാരോട് പറയുക, പെസഹ ഒരുക്കുവാൻ, അത്താഴം ഒരുക്കുവാൻ ചെന്നിട്ട് അവർ വിരിച്ചൊരുക്കി ഒരു മാളിക കാട്ടിത്തരുമെന്ന് പറഞ്ഞപ്പോൾ അവരുമായിട്ടൊക്കെയുള്ള നല്ല ബന്ധം ക്രിസ്തു ഉയർത്തി വെച്ചിരുന്ന, അവരെയൊക്കെ ദാനശീലരാക്കിയത് കൊണ്ടാണ് ക്രിസ്തു ആത്മവിശ്വാസത്തോട് പറഞ്ഞത്, അവർ നിങ്ങൾക്ക് കാട്ടിത്തരുമെന്ന് പറയുന്നത്. ഏത് സമയത്തും കടന്നു എന്ന് പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും വിശാലമായ ഗത്സമനത്തോട്ടം തൻ്റേതുപോലെ പ്രയോജനപ്പെടുത്തിയത് തൻ്റെ സ്വന്തമായിട്ടല്ല. അതെ, വിട്ടുകൊടുക്കുന്ന മനസ്സുള്ള ധനാഢ്യരായ ആ സമൂഹം ക്രിസ്തു അവരെയും ചേർത്ത് നിർത്തി. അപ്പൊ ധനാഢ്യരെയും സാധുക്കളെയും ഒരു